ആറാട്ടുപുഴ ദേവസംഗമത്തിൽ നെടുനായകത്വം വഹിക്കുന്ന തൃപ്രയാർ തേവരുടെ മകീരം പുറപ്പാട് ചൊവ്വാഴ്ച നടക്കും. ഊരായ്മക്കാർ കുളിച്ച് മണ്ഡപത്തിലെത്തി തേവരെ എഴുന്നള്ളിക്കാൻ അനുവാദം നൽകുന്നതോടെ ചടങ്ങുകൾക്ക് തുടക്കമാകും. തുടർന്ന് തൃക്കോൽ ശാന്തി ഭഗവാനെ മണ്ഡപത്തിലേക്ക് എഴുന്നള്ളിക്കും. ബ്രാഹ്മണിപ്പാട്ടും മണ്ഡപത്തിൽ പറയും കഴിഞ്ഞ് ഭഗവാൻ ആറാട്ടിനായി സ്വർണ്ണക്കോലത്തിൽ 5 ആനകളുടെ അകമ്പടിയോടെ സേതുക്കുളത്തിലേക്ക് എഴുന്നള്ളും. തുടർന്ന് പാണ്ടിമേളത്തോടുകൂടി ക്ഷേത്രത്തിലേക്ക് തിരിച്ചും എഴുന്നള്ളും. പതിവ് ചടങ്ങുകൾക്ക് ശേഷം പാണി കൊട്ടി പുറത്തേക്ക് എഴുന്നള്ളുന്ന തേവർക്ക് തീർത്ഥ കിണറ്റിൻകരയിൽ ചെമ്പിലാറാട്ടും നടക്കും. മകീരം പുറപ്പാടും തുടർന്ന് 7 ദിവസങ്ങളിലായി നടക്കുന്ന ആചാര ചടങ്ങുകൾക്കും തേവരുടെ ഗ്രാമപ്രദക്ഷിണത്തിനും ആവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് ദേവസ്വം മാനേജർ ഹരിഹര ഭട്ട് TCVയോട് പറഞ്ഞു. അതിനുള്ള ഏകദേശം എല്ലാ ഒരുക്കുമാനങ്ങളും ഇപ്പോൾ തയ്യാറായിട്ടുണ്ട്. പ്രസാദകൂട്ടിനുള്ള ഒരുക്കുമാനങ്ങളൊക്കെ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ബുധനാഴ്ച രാവിലെ നടക്കൽ പൂരത്തിന് എഴുന്നള്ളുന്ന തേവർ പുത്തൻകുളത്തിലെ ആറാട്ട് കഴിഞ്ഞ് വൈകിട്ട് കാട്ടൂർ പൂരത്തിന് പുറപ്പെടും. വ്യാഴാഴ്ച രാവിലെ ബ്ലാഹിൽ കുളത്തിലും വൈകിട്ട് നിയമവെടിക്കും ശേഷം കുറുക്കൻകുളത്തിൽ ആറാട്ട് നടക്കും. വെള്ളിയാഴ്ച രാവിലെ വെന്നിക്കൽ അമ്പലത്തിലെ പറയെടുപ്പിന് ശേഷം വലപ്പാട് കോതകുളത്തിലെ ആറാട്ടിനും ശേഷം പൈനൂർ പാടത്ത് പ്രസിദ്ധമായ ചാലുകുത്തൽ ചടങ്ങ് നടക്കും. 28-ന് വൈകിട്ട് നിയമവെടിക്ക് ശേഷം തേവർ പള്ളിയോടത്തിൽ പുഴ കടക്കും. തുടർന്ന് കിഴക്കേ നടക്കൽ പൂരം, ഊരായ്മ ഇല്ലങ്ങളിൽ പൂരം. ഞായറാഴ്ച രാവിലെ കുട്ടൻകുളത്തിൽ ആറാട്ടിന് ശേഷം തിരിച്ച് ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളും. വൈകിട്ട് സ്വർണ്ണക്കോലത്തിൽ പള്ളിയോടത്തിൽ പുഴ കടന്ന് തന്ത്രി ഇല്ലത്തേക്ക് എഴുന്നള്ളും. 30-ന് വൈകിട്ട് നിയമവെടിയും അത്താഴപൂജയും അത്താഴ ശീവേലിയും കഴിഞ്ഞ് തേവർ പള്ളിയോടത്തിൽ ആറാട്ടുപുഴ പൂരത്തിന് സ്വർണ്ണക്കോലത്തിൽ പുറപ്പെടും. രാത്രി 9-ന് ചിറക്കൽ സെന്ററിൽ ഇറക്കി എഴുന്നള്ളിപ്പ്. തുടർന്ന് പല്ലിശ്ശേരി സെന്ററിൽ 5 ആനകളുടെ അകമ്പടിയിൽ പഞ്ചവാദ്യം. പിന്നീട് 11 ആനകളോടെ കൈതവളപ്പിലെത്തും. 31-ന് ആറാട്ടുപുഴ പൂരം കഴിഞ്ഞ് തിരിച്ചെത്തുന്നതോടെ ഉത്രം വിളക്ക് ആഘോഷിക്കും. സേതുക്കുളത്തിൽ ആറാട്ടിന് ശേഷം വിളക്കാചാരം കഴിഞ്ഞ് അകത്തേക്ക് എഴുന്നള്ളും. TCV തൃപ്രയാർ.